നമുക്കിന്ന് നമ്മുടെ പുതിയൊരു മിററിലേക്ക് നോക്കിയിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഇത് ഇന്നലെ വൈകുന്നേരം വന്ന് ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഒരു മിറർ ഇവിടെ ഭയങ്കര ആവശ്യമായിരുന്നു. മക്കളൊക്കെ ഇവിടെ നിന്നാണ് അറിയാമല്ലോ മേക്കപ്പ് ചെയ്യലും ഡ്രസ്സ് മാറ്റലൊക്കെ. പിന്നെ ഇതാ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ നമ്മൾ കയ്യെ തുടക്കാൻ വേണ്ടിയിട്ട് മുണ്ടിടാനുള്ള, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതും വെച്ചു. ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം കുററ പണികളുണ്ടായിരുന്നു കേട്ടോ. മുകളിലെ ബാത്റൂമിലും ചെറിയൊരു വാഷ് ബേസ്, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കണ്ണാടല്ലേ, അത് മുകളിൽ ആ ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു മണിക്കൂറിൻ്റെ കുറച്ച് പണികൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോ ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നീനൊക്കെ പോകുന്ന ദിവസം എന്താ അറിയില്ല, രാവിലെ മുതൽ ആകെ ഒരു മൂഡ് ഔട്ടായിരുന്നു. വീഡിയോ എടുക്കാനോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ കുറേശ്ശെ അവിടെയും ഇവിടെയും എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് പിന്നെ കണ്ടപ്പോൾ ഒരു സുഖം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടോ. അപ്പം ഇന്നലെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നീനും അറിയാം 2 മണിക്കായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഇങ്ങനെ കുറേ മിനിയാന്ന് നമ്മളിങ്ങനെ പുറത്തൊക്കെ കറങ്ങിപ്പോയതും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ആഘോഷിച്ചതുകൊണ്ടും സന്തോഷിച്ചതുകൊണ്ടും ഒന്നും അറിയില്ല. രാവിലെ എണീറ്റ് അവൾ പോവുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ എണീറ്റത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഒരു സുഖമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒക്കെ ഒന്നിനും ഒരു ഉഷാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെയാണ് ഞാൻ ഇന്ന് വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10-11 ദിവസമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ എന്നറിയണമല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നല്ല സാപ്പാടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് ഫ്രഷായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലെത്തിയപ്പോക്ക് തന്നെ ഇതുമ്പോൾ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കിച്ചണിക്ക് അങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഉപ്പുമാവാണ് എന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണല്ലോ എന്നുള്ളത് കൂടി ഞാൻ കുറച്ച് നേരം അങ്ങനെ ഒരു സാവധാന മട്ടിയിൽ ഒരു തണുപ്പ് മട്ടിയിലൊക്കെയാണ് കിച്ചണിക്ക് എത്തിയത്. അപ്പോൾ ക്യാരറ്റും ഉള്ളിയും ഇഞ്ചി പിന്നെ ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടിട്ടാണ് ഇട്ടൊന്ന് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ട് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം പിന്നെ ഇച്ചിരി ഓയിലും ഇച്ചിരി നെയ്യും ഒഴിച്ചിട്ട് അധികം കടുക് ഇട്ടു. പിന്നെ വറ്റൽമുളക് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ പിന്നെ പച്ചമുളക് കയറിയിട്ടു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യിൻ്റെ മണമൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതും നല്ല രീതിയിൽ തന്നെ കഴിച്ചു. നല്ല സോഫ്റ്റ് ഉള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഓളെ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ കഴിച്ചു. പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഉള്ളതുകൊണ്ടാണ് കറി അതുണ്ടല്ലോ കുറച്ച്, അതിൽ 3-4 കഷ്ണമുണ്ട്. അപ്പോൾ പിന്നെ അത് മതിയല്ലോ. അപ്പോൾ ഞാൻ രാവിലെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പിന്നെ പത്തിരി ഉണ്ടാക്കിയാലും ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഒക്കെ ഇവിടെ ഒരേപോലെയാണ്. പത്തിരിനേക്കാളും ഇഷ്ടം ഇവിടെ ഈ ദുമ്മുനൊക്കെ ഉപ്പുമാവാണ് കേട്ടോ. പിന്നെ ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്. അങ്ങനെയൊക്കെ കരുതിയിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇതുമ്മുന് കൊടുക്കുന്നുണ്ട്. അതായത് ഇതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് മൂപ്പര് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ചെമ്മീൻ കുട്ടികളാണ് കേട്ടോ. വലിയ വലിപ്പമൊന്നുമില്ല എന്നാൽ പറ്റി ചെറിയതുമല്ല. അപ്പോൾ ഇന്നതാണ് നമ്മൾക്ക് ഉച്ചക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാൻ. അപ്പോൾ അത് ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുമ്മുനും വെള്ളം കൊടുത്തിട്ടുണ്ട്. ഞാനും വെള്ളം കുടിച്ചിങ്ങനെ ഉള്ളോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മദ്രസത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അത് കഴിഞ്ഞ് സ്കൂളത്തെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്നാലും ഓളെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഞായറാഴ്ചയല്ലേ അവർ വന്ന് ഇവിടുന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ കറി ബാക്കിയുള്ളതാണ് ഇന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായി തിളപ്പിച്ചപ്പോൾ കുറുന്നനെ നിൽക്കുന്നുണ്ട്. അത് കൂട്ടിയാണ് നമ്മുടെ ഇതുമ്മു കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓളെ പറഞ്ഞയച്ചിട്ട് നമുക്ക് ചെമ്മീനൊക്കെ റെഡിയാക്കാം. നമ്മുടെ ഐറൂസ് എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഓനുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ക്ലീൻ ചെയ്യണമെന്നൊക്കെ കരുതി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മൂപ്പർക്കുള്ള ചായ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഫ്ലാസ്കിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് പഞ്ചാരയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അതാ ഫുഡൊക്കെ കഴിച്ചോളെ പാത്രമൊക്കെ കഴുകി വെച്ച് പോയി. ആദ്യമൊക്കെ ഞാനിങ്ങനെ പാത്രം കഴുകി വെച്ച് പോകാൻ പറയുമ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതും അറിയാതെ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ആദ്യം ഒന്ന് അയഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൂലല്ലോ. ഇപ്പോൾ അതിനെ അറിയാതെ ഓള് കഴിച്ച് പാത്രം ഓൾ തന്നെ അറിയാതെ കഴുകി പോകും. പിന്നെ അതേപോലെ തന്നെ ഓൾ എണീറ്റ് വെക്കുന്ന ഓൾ പുതച്ച പുതപ്പ് ഞാൻ എപ്പോഴും മടക്കി തറയണൻ്റെ താഴെയൊക്കെ വെക്കാൻ അങ്ങനെയുള്ള കുഞ്ഞു പണികളൊക്കെ ഓളെ ഏൽപ്പിക്കും. പിന്നെ ഓളെ യൂണിഫോം അലക്കിയത് നമ്മൾ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചാൽ അത് ഓളെ കൊണ്ടുപോയി വെക്കുക. അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ ഞാൻ ഓളെ ഏൽപ്പിക്കലുണ്ട്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഓൾ തന്നെ അറിയുന്നില്ല അതൊന്നും ചെയ്യണത്. ആദ്യം ഭയങ്കര മടിയായിരുന്നല്ലോ. അങ്ങനെ ഞാൻ
മൂപ്പർക്കുള്ള ചായ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ തന്നെ സമയം നല്ല ലേറ്റ് ആയിട്ട് ഈ കുട്ടിക്ക് ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ മദ്രസക്ക് പോകുന്ന സമയം സ്കൂൾക്ക് പോകുന്ന സമയം എപ്പോഴും അത് ഞാൻ എപ്പോഴും പറയും സമയം നോക്കണം കറക്റ്റ് നമ്മൾ ആ ടൈമിന് ഇറങ്ങണം. 9:50 ഫസ്റ്റ് ബെല്ല്. അപ്പോൾ അവിടെ അപ്പോക്കിന് എത്തണ്ടേ. അപ്പോൾ ഇവിടുന്ന് ഒരു 9:35 എന്തായാലും ഇറങ്ങണമെന്ന് ഞാൻ എപ്പോഴും പറയണത് കേട്ടോ. അതേപോലെ തന്നെ മദ്രസ 7 മണിക്കാണ് മദ്രസ. അപ്പോൾ ഓള് ഇവിടുന്ന് പോകുന്ന 6:55 അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഇനി റെഡിയാക്കി എത്ര പറഞ്ഞിട്ടും അതൊക്കെ ശരിയാവണില്ല കേട്ടോ. പിന്നെ സ്കൂൾക്ക് പോണ ടൈമിൽ ഇനി ഒച്ചുമുളിയും കൂടെ ഉണ്ടല്ലോ ചീത്ത പറഞ്ഞപ്പോൾ പോയാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങേറി. കാരണം അപ്പോൾ അത് വിചാരിച്ചിട്ട് ചീത്ത പറയാതെ ഞാൻ എന്നെ പിടിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഓള് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഓളെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓലപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ മമതൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കടയുണ്ട്. അവിടെ നിന്ന് ഒരു കൂൾ ഡ്രിങ്ക്സ് വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് 3 ആളും കൂടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പോയി നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് അറിയില്ല കാലൊന്ന് ചെറുതായിട്ട് പടം പറഞ്ഞിട്ട് കാലുമ്പിലേക്ക് ഒരു ചെറിയൊരു മുറിവും ഉണ്ട്. കാല് പടം പറഞ്ഞ ചെറിയൊരു വേദനയുണ്ട്. അതാണുള്ള കുക്കിച്ചെടി ഇങ്ങനെ നോക്കുന്നത്. പിന്നെ ഇവിടെ ഒരു തൈലം ഉണ്ടായിരുന്നു, അതൊക്കെ തേച്ച് കൊടുത്തു. പിന്നെ മൂവ് ഉണ്ടായിരുന്നു, അതൊക്കെ തേച്ചെടുത്തിട്ട് കുഴപ്പമില്ല. പക്ഷേ ആ മുറിയില്ലേ അതായത് പിന്നെ കാലിന് ചെരുപ്പൊക്കെ തട്ടുന്ന ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അത് നടക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ട്. അതാണ് ഇങ്ങനെ നടക്കുന്ന പൊളപ്പിച്ചേറും ഞാൻ ആക്കിത്തരാം. എനിക്കതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ സ്കൂൾക്ക് ഞാൻ കൊണ്ടാക്കി തരൂല എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കില്ല. അപ്പോൾ മൂപ്പരല്ലെങ്കിൽ ഒരു 10-100 കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കി വരികയല്ലേ, അതിൻ്റെ ക്ഷീണം ഒന്ന് ഇരുന്ന് ചായ കുടിക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടി ഓൾ കൊടുക്കൂല കേട്ടോ. അപ്പോൾ ഓളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ മൂപ്പരത് അവിടെ വണ്ടി അപ്പുറത്തെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണേ. അപ്പോൾ പിന്നെ ഓൾ കണ്ട ചെറുതായിട്ടൊന്ന് കുക്കിച്ചാടി നടക്കുന്നുണ്ട്. ഏതായാലും ഞാൻ വലിയ രീതിയിൽ മൈൻഡ് ചെയ്തിട്ടില്ല. മൈൻഡ് ചെയ്താൽ പിന്നെ ചിലപ്പോൾ ഒന്ന് സ്കൂൾക്ക് പോകലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇപ്പം മാറുമോ എന്നൊക്കെ പറഞ്ഞപ്പം ഓൾ ഓക്കെ ആയി. എന്നാലും ഓൾ പോയി. ഞാൻ നേരെ കിച്ചണിക്ക് പോവാണ്. നമുക്കിനി എന്താ പറയുക ചെമ്മീൻ വൃത്തിയാക്കാനുണ്ട്. ഐറൂസ് എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്കതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ മുറ്റത്ത് പുതിയൊരു ചെരുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെരുപ്പ് ഞാൻ അകത്ത് ഞങ്ങളെ ചെരുപ്പുകളൊക്കെ കോണീൻ്റെ ചുവട്ടിലാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ചോട്ടിലാണ് വെക്കല്. അപ്പോൾ അതവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ അവിടെ സോഫേൻ്റെ അവിടെയുള്ള തലയാണ് എപ്പോഴും പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. കിച്ചണിലെത്തിയിട്ടോ. ഇനി ഫുഡ് കഴിച്ച കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാൻ, നമ്മളിപ്പോൾ കഴിച്ചതും പിന്നെ ഉണ്ടാക്കുമ്പോഴുള്ള സ്പൂൺ അത് കുറച്ചുള്ളൂ, അത് കഴുകി വെക്കാനുണ്ട്. അലക്കാനുള്ളതൊക്കെ ഒന്ന് കൊണ്ടുപോയിടാണ്. അപ്പോൾ ഈ അലക്കാനുള്ളത് ഒന്ന് സെലക്ട് ചെയ്യാനാണ് പണി. കാരണം കുറച്ച് കളർ ഇളകുന്നതുണ്ടാവും, കളർ ഇളകാത്തതുണ്ട്. അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് വേണമല്ലോ നമുക്ക് അലക്കാൻ. അപ്പോൾ ലൈറ്റ് കളറും പുതിയതുണ്ടെങ്കിൽ വേറെ, പുതിയതാകുമ്പോൾ നമുക്ക് അധികം കുറേ നേരം വാഷിംഗ് മെഷീനിലിട്ട് കറക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് സെപ്പറേറ്റ് 2-3 ഭാഗമാക്കി വെച്ചിട്ട് വേണം നമുക്ക് അലക്കാനും. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ചു. ഞാൻ അതിൽ നിന്ന് ഒരു സെറ്റ് എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് കറക്കാൻ ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ടാണ് ഞാനിവിടെ നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ നന്നാക്കാൻ വന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, വലിയ ചെറുതൊന്നുമല്ല. നന്നാക്കാനൊക്കെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. സമയം നമുക്കിങ്ങനെ നന്നാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഏതായാലും ഞാനത് നിന്ന് നന്നാക്കാണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ചെറിയ സ്ലാബില്ലേ ആദ്യത്തെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടാണ് ചെയ്തതെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇരുന്നിട്ടാണ് ചെയ്തത് കേട്ടോ. ഇത് നന്നാക്കി പകുതിയൊക്കെ ആപ്പിൾ ഐറൂസ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നാക്കണ കണ്ടപ്പോൾ പിന്നെ ഓനിൻ്റെ ഒക്കത്ത് കയറണം. പിന്നെ ഞാൻ കൈയൊക്കെ കഴുകി ഒക്കത്ത് കയറ്റി കുറച്ച് നേരം മടിയിലിരുത്തി ഞാനും കൂടെ കുറച്ച് നേരം പിന്നെ അത് നന്നാക്കി അതിൻ്റെ നൂലിങ്ങനെ വലിച്ചെടുത്താൽ മതിയില്ല. അങ്ങനെ ഏതായാലും ഞാൻ അങ്ങനെ എക്സ്പെർട്ടൊന്നുമല്ല ഈ ചെമ്മീൻ നന്നാക്കണേലോട്ട്. ഇങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ അത്ര ഒന്നുമില്ല. ഒരു അവിഞ്ഞ മട്ടിലൊക്കെ നന്നാക്കിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഉള്ളിലുള്ള ആ അതിൻ്റെ നൂല് എടുത്ത് മാറ്റുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാൻ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അത് നന്നാക്കി എണ്ണയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകി വെച്ചതിന് ശേഷമാണ് ഞാൻ ഐറൂസിന് ഫുഡ് കൊടുക്കാനും മോളൂനൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ നിന്നത്. മോളൊക്കെ എഴുന്നേറ്റിട്ടാണ് ഞാനും ഫുഡ് കഴിച്ചത്. അപ്പോൾ ചായ ഉണ്ടാക്കി. ഞാൻ ചായ ഒരു മുട്ടയും കഴിച്ചു. ഓളും ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അതൊക്കെ 2 മുട്ടയാണ് ഓൾ എടുത്തിട്ടുള്ളത്. ഐറൂസിന് ഉപ്പുമാവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കണ വരെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. കാരണം കുറച്ച് നേരം അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ അടങ്ങി നിൽക്കാൻ ഓൻ്റേതായിട്ടുള്ള കുരുത്തക്കേടുകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പിന്നെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന മോളൂൻ്റെ മിക്സി കൊണ്ടുവന്നത് കേട്ടോ. ഐറൂസിന് കഞ്ഞിയൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു മിക്സി ഇല്ലേ, നമുക്ക് ജ്യൂസും പിന്നെ അങ്ങനെയൊക്കെ അടിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു മിക്സി ഉണ്ടായിരുന്നു. ഐറൂസിന് കഞ്ഞി മാത്രം അടിച്ചെടുക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് കല്യാണം കഴിച്ച് വിടുന്ന അവിടുന്ന് അതിലാണ് ഓന് കഞ്ഞിയൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതെന്തോ ചെറിയൊരു പ്രോബ്ലം, അതിന് ചെറിയൊരു പിന്നെ കേടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തതായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ട്
ഞങ്ങളത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്തായാലും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നിട്ടുള്ളൂ. പോകുമ്പോക്കിനൊക്കെ അതൊന്ന് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ, പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ കരുതി. അങ്ങനെ ഞങ്ങൾ ചായ കൂടി പരിപാടികളും പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് പിന്നത്തെ പരിപാടി ചെമ്മീനെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് യൂട്യൂബിലൊക്കെ നോക്കി, എൻ്റെ അതിൽ നിന്ന് കുറച്ച് നോക്കിയതും പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ചെമ്മീൻ ഉണ്ടാക്കിയപ്പം പിന്നെ ഇന്നലത്തെ കുറച്ച് നെയ്ച്ചോറ് ഞാൻ പറഞ്ഞാൽ ഇന്നലെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതെന്ന് ഇതുമുൻ്റെ ഫ്രണ്ട്സുകൾ വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ ഇതുമൂന്ന് അത് കൊടുക്കാം. ഒക്കെ നെയ്ച്ചോറ് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഒന്നാമത് നെയ്ച്ചോറ് എന്ന് പറയുന്നതും പിന്നെ വലിയ താല്പര്യമില്ല. രണ്ടാമത് അത് ഫ്രിഡ്ജിൽ തലേന്നത്തെ ഫുഡും കൂടി ആകുമ്പോഴേക്കും മൂപ്പർക്ക് നെഞ്ചരിച്ചിലും ഉണ്ടാവും. അതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ ഞാൻ മൂപ്പർക്ക് മാത്രം ഇപ്പോൾ നമ്മൾ ചോറ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ സാധാ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതും ബാക്കിയാവും ഇതും ബാക്കിയാവുമ്പോൾ ഒക്കെ കൂടെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചപ്പാത്തി ആക്കാം. മൂപ്പർക്ക് ലേശം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് ചപ്പാത്തിയും ചെമ്മീൻ പിന്നെ വരട്ടിയതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ, പിന്നെ തൈരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഇന്നത്തെ കലവരുടെ അതിങ്ങനെ ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ വേഗത ചെമ്മീൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം അതൊന്ന് ഇച്ചിരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചില്ല. അപ്പോൾ തന്നെ ഇത്തിരി ഉപ്പും മഞ്ഞളും പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ല, ഇച്ചിരി ഉപ്പും മഞ്ഞളും മാത്രം ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് അധികം വേവിച്ച് അങ്ങനെ ക്രിസ്പി ആക്കി എടുത്തില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ച് വാരിയെടുത്തു. ആ എണ്ണയിൽ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാകുന്നൊരു മണല്ലേ, നമ്മൾ എന്താ നല്ല മണം ഉണ്ടാവുക, ഭയങ്കര നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ ചെറിയുള്ളി ആട്ടോ എടുത്തത്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും കൂടുതൽ ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് എടുത്തു. പിന്നെ കുറച്ച് വലിയ ഉള്ളി എടുത്തു, രണ്ടോട് മിക്സ് ചെയ്തിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് വാട്ടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മാത്രം പേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തക്കാളി ഒരു 2-3 തക്കാളി, പുളി ഒന്നും പാർന്നിട്ടില്ല കേട്ടോ, പുളിൻ്റെ പിന്നെ നീരൊന്നും പാർന്നില്ല. അതിൽ വീഡിയോയിലൊക്കെ എല്ലാവരും കുറച്ച് ഇച്ചിരി പുളി വെള്ളമൊക്കെ പാരുന്നുണ്ട്. പക്ഷേ ഇവിടെ പിന്നെ അങ്ങനെ ചെമ്മീൻക്ക് പുളി ഒഴിക്കുന്നത് ആർക്കും ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല. പിന്നെ എനിക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ പുളി ഒഴിക്കുന്നത്. ഞാനും പിന്നെ തക്കാളി ഒരു 2-3 ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ ഒരു പുളി ഉണ്ടാകുന്നത് തന്നെ എനിക്കും ഇഷ്ടമുള്ളൂ ചെമ്മീൻ കറിയിലിട്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് തീ ഓഫാക്കുന്ന ടൈമിൽ മല്ലിച്ചപ്പ് പുതിനൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി അങ്ങനെ അതവിടെ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ എന്താ പറയുക നെയ്ച്ചോറ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചെറിയ തീയിലാക്കിയിട്ട് അങ്ങനെ ചെറുതായി അങ്ങനെ ഇളക്കി കൊടുത്ത് അങ്ങനെ ചൂടാക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. മോളിവിടെ ഐറൂസിന് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനോടെ പിന്നെ നേരത്തെ നമ്മുടെ ഇപ്പം ഉപ്പുമാവ് വെറുതെ തിന്ന് കളിക്കുകയായിരുന്നല്ലോ, ഓൻ്റെ വയറ്റിക്ക് എത്തിയിട്ടില്ല. ഓൻ അത് എണീറ്റ് ഉടനെ ഞാൻ വേഗം പാല് കുറച്ച് പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരം നമ്മൾ ഫുഡ് കഴിക്കണ വരെ ഒരു വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ കഴിച്ചിട്ട് പിന്നെ അവൻ്റെ വേറെ നിറക്കാന്ന് കരുതി, അല്ലെങ്കിൽ നമുക്ക് വിശക്കുമ്പോൾ ഓന് ഫുഡ് കൊടുത്താൽ നമുക്ക് ആ ക്ഷമ അങ്ങോട്ട് കിട്ടൂല. ഓൻ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചീത്ത പറയാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ട് ഞാൻ മോളിനോട് പറഞ്ഞാൽ ആദ്യം ഈ ഫുഡ് കഴിക്കുക എന്നിട്ട് ഓന് കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓള് കഴിച്ചതിന് ശേഷമാണ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ടൈമിലാണ് നമ്മളിവിടെ വേറെ വേഗം പണികളൊക്കെ തീർക്കുകയാണ്. കാരണം ഓന് ഫുഡ് കഴിക്കണമെങ്കിൽ മിനിമം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വേണം. അങ്ങനെ ആക്കുമ്പോൾ ഇച്ചിരി കഴിച്ച് ഇറക്കുമ്പോൾ നല്ല ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പണി തീർത്താൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ഓളവിടെ കൊടുക്കുന്നത് ഏതാ നമ്മൾ ചപ്പാത്തി കുറച്ചൊരു 5-8 കേട്ടോ ചൂടിനുള്ളൂ. നന്നായിട്ട് കുഴച്ചു, ഇത്തിരി ഓയിലാക്കിയിട്ടും നന്നായിട്ട് കുഴച്ചെടുത്ത് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പരത്തിയെടുക്കുകയാണ് കേട്ടോ. മറ്റേ അടുപ്പത്ത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ആക്കുന്നില്ല, ഉച്ചക്കത്തേക്കുള്ളതല്ലേ. മൂപ്പർക്ക് പിന്നെ നെഞ്ചരിച്ചിലെ കാര്യങ്ങളൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ എണ്ണയൊന്നും ആക്കണ്ടെന്ന് കരുതി നോർമലായിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാമെന്ന് കരുതി. അങ്ങനെ ചുടലും പരത്തലും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നോമ്പൊക്കെ ഇങ്ങനെ നമുക്ക് നോമ്പ് അടുക്കുമ്പോൾ നോമ്പിൻ്റെ ഒരു ഫീല് വരൂലേ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചുട്ടപ്പോൾ എനിക്കിങ്ങനെ നോമ്പ് ആയ പോലെ തോന്നൽ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കായ ഇതന്നെ ആയിരിക്കും പണി, പരത്തലും ചുടലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ പത്തിരി വലിയ താല്പര്യമില്ല, എൻ്റെ ഹസ്ബൻഡിന് മൂപ്പർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പത്തിരി പരത്തുന്ന പരിപാടി വല്ലാതെ ഉണ്ടാവില്ല. ഞാനൊരു ഏകദേശം ആദ്യത്തെ നോമ്പിനും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാൽ ഞാനിതാ ചപ്പാത്തി ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്, പിന്നെ പരത്തുന്നുണ്ട്. അങ്ങനെ പരത്തൽ കഴിഞ്ഞത് ലാസ്റ്റൊക്കെ ചൂടാണ് കേട്ടോ. നല്ല നന്നായിട്ട് പൊള്ളച്ചൊക്കെ വരുന്നുണ്ട്. മറ്റേ അടുപ്പത്ത് കണ്ടോ ഞാൻ നെയ്ച്ചോറ് അങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തീ കൂട്ടിയിട്ടേ ഇല്ല, കുറച്ചവിടെ വെച്ചിട്ട് മൂടി വെച്ചിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ തീയിലങ്ങനെ ഇതായിട്ട് ചൂടായിട്ട് അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കി ഇപ്പോൾ വെച്ച ചോറിൻ്റെ പോലെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താവും പിന്നെ കഴിക്കാൻ തോന്നൂല. ഫ്രിഡ്ജിലാണെങ്കിലും എനിക്ക് 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും തീരെ കൊടുക്കാൻ തോന്നൂല കേട്ടോ മക്കൾക്ക്. നമ്മൾ പിന്നെ നമ്മളെ മക്കൾ തന്നെയല്ലേ, അപ്പോൾ അവർക്ക് ഇത് കൊടുക്കാൻ
വെക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു മടിയാണ്, കുറച്ച് പഴയതായാലും ഫ്രിഡ്ജിലാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞെല്ലാം ഞാൻ മേശപ്പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് വന്നപ്പോൾ ഇവിടെ രണ്ടാളും പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഒരാളിതവിടെ പിന്നെ ഫോണും കണ്ട് കിടക്കണം, മറ്റുള്ള ടാബും കണ്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഓനെ അടങ്ങി നിൽക്കണമെങ്കിൽ ടാബ് ഇട്ടിരിക്കണം. പക്ഷേ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ടാബ് മാറ്റി വെക്കും കേട്ടോ. കാരണം ഇതിനും കുറച്ച് നേരം കളിച്ചോട്ടെ, ഓരോ കുരുത്തക്കേടുകളൊക്കെ കാട്ടിക്കൂട്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ മാത്രം ഇട്ടുകൊടുക്കാറുള്ളൂ. ഏതായാലും ഓനവിടെ ഇന്ന് പിന്നെ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുമ്മ വന്ന് പിന്നെ ഞാൻ വേഗം ഒക്കെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിച്ചൺ കെത്തി ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ ഇതുമ്മ വന്നു കേട്ടോ. പിന്നെ മൂപ്പര് പള്ളിയിൽ നിന്ന് മൂപ്പരും വന്നു. അങ്ങനെ ഉണ്ടാക്കും ഫുഡ് കൊടുക്കുകയാണ്. ഇതുമ്മന് നെയ്ച്ചോറും പിന്നെ എന്താ പറയുക ചെമ്മീൻ കറി കൊടുത്തു. പക്ഷേ ഒക്കെ എന്താ അറിയില്ല, ചെമ്മീൻ അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി നമ്മൾ രാവിലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ, അത് കൂട്ടിയാണ് പിന്നെ ഓള് കഴിച്ചത് കേട്ടോ. ചെമ്മീൻ്റെ ടേസ്റ്റ് എന്തോ അങ്ങോട്ട് ഒന്നും ഇഷ്ടമായില്ല. ഓള് അങ്ങനെ നല്ലോണം കഴിക്കലുണ്ട് കേട്ടോ. ആദ്യം ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എന്താ അറിയില്ല, ഓളിങ്ങനെ അതൊരു മടി. അപ്പോൾ ഞാൻ പിന്നെ അത് ഞാൻ എടുത്തിട്ട് പിന്നെ ചെമ്മീൻ്റെ ഭാഗം ഞാൻ എടുത്തിട്ട് പിന്നെ ചിക്കൻ കറി കൊടുത്തു തൈരൊക്കെ കൊടുത്തു. മൂപ്പർക്ക് അത് ചപ്പാത്തിയും പിന്നെ പ്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മീന് ഞാൻ അതിക്ക് പ്ലേറ്റിക്ക് ഒഴിച്ച് കൊടുക്കേണ്ട. അതായത് ചപ്പാത്തി ഓരോന്ന് എടുത്തിട്ട് അതിൽ ഇങ്ങനെ മുക്കി കഴിക്കുന്നതാണ് ഉപ്പർക്ക് ഇഷ്ടം. പിന്നെ ചെമ്മീൻ കറി ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ മൂപ്പർക്ക് ചപ്പാത്തിക്ക് തൈര് ഇങ്ങനെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഐറൂസ് ഏത് വഴിയിലൂടെ കയറണമെന്ന് ഇപ്പുറത്ത് കൂടി കസാലമ്മ കൂടെ ഒക്കെ കയറാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ കെട്ടിനവിടെ കസാലയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവനൊരു പ്ലേറ്റൊക്കെ കൊണ്ട് കൊടുത്തു. ഭയങ്കര വലിയ ആളെന്തോ ആയ പോലെ ഇവന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചപ്പാത്തി ഇട്ട് മുറിച്ചെടുത്തിട്ട് പോകുമ്പോൾ എങ്ങനെ നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരു തകൃതിയായിട്ട് കഴിച്ചപ്പോഴാണ് ചപ്പാത്തി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടെന്ന് മോളൂനൊരാഗ്രഹം. മോൾ എന്തോ യൂട്യൂബിൽ കണ്ടതാണെന്നും പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഡയറ്റിനൊക്കെ പറ്റിയ ഒരു സംഭവമാണ്. അപ്പം ഈ ചപ്പാത്തിൻ്റെ മേലെ മയോണൈസ് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ മയോണൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ള മയോണൈസിൽ അതല്ല കേട്ടോ. ഇത് എന്ന് വെച്ചാൽ മുട്ടയും വെളുത്തുള്ളിയും പാലും പിന്നെ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് തോന്നുന്നു. ഉണ്ടാക്കിയ സമയത്ത് ഞാൻ കണ്ടില്ല, ഞാൻ ഓൾക്ക് ഫുഡ് എടുക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അതുണ്ടാക്കിയിട്ട് അതിന് മേലെ ചപ്പാത്തിൻ്റെ മേലെ അതിങ്ങനെ തേച്ചിട്ട് അതിക്ക് പുഴുങ്ങിയൊരു മുട്ട ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുത്തു. പിന്നെ ചെമ്മീനില്ല നമ്മൾ വന്ന് ഓക്കുള്ള ഭാഗം ഓളത് അതിക്ക് ഇട്ടു. പിന്നെ ഒരു കക്കരിക്കൻ്റെ പകുതി അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മളടുത്തുള്ളതൊക്കെ ഇടാം എന്നാണ് അവൾ പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മളടുത്ത് ക്യാരറ്റ് അങ്ങനെ ഡയറ്റിനെ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ കിച്ചണും സ്ലാബും ഒന്നും വൃത്തികേടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കിച്ചണിൽ നിന്ന് മൊത്തം സ്ലാബൊക്കെ ആകെ മുട്ടത്തോലും പിന്നെ എന്താണ് കക്കരിക്കൻ്റെ തോലും ആകെ കൂടെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ വയ്യാതിക്ക് അങ്ങോട്ട് അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് ഒക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം, വെച്ചൊന്ന് പോകണ്ടോ എന്നും പറഞ്ഞ് ഓളിന്നെ ആട്ടി വിടട്ടോ. പക്ഷേ ഓൾ എന്താണ് അത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയണ്ടേ. ഓളതൊക്കെ രണ്ടാക്കി മടക്കി നല്ല ഷവർമ ലുക്കിലാക്കിയെടുത്ത് നല്ല കടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു പീസ് എനിക്കും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ സിനിമക്കൊക്കെ പോയി വന്നില്ലേ, അന്ന് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് പിറ്റേന്ന് മുതൽ വീണ്ടും ഞങ്ങൾ നല്ല സ്ട്രിക്റ്റിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ പരിപാടികളാണിത്. അപ്പോൾ ഇന്ന് ഇതാണ് രാവിലെ മുട്ട മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഇതും കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കൊരു കഷ്ണം തിന്നും. കുഴപ്പമില്ല, നല്ല വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ഷവർമേൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ തിന്നാൻ പറ്റുന്ന ഒരു ഷവർമയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് രാവിലെ ഞാൻ നോക്കിയ വെയിറ്റ് ഇതാണ്, 95.2. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 94 ആവുമെന്ന്. പക്ഷേ ഞാൻ 95.2 കേട്ടോ കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെയിറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ 10 ദിവസം അല്ല 10-12 ദിവസമായി തുടങ്ങിയിട്ട്. നമ്മൾ ജനുവരി 21 തുടങ്ങിയതാണ്. ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി 2 അപ്പം ഇന്നാണ് ഞാൻ വെയിറ്റ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത് എന്താ ഇത്ര വെയിറ്റ് കൂടാൻ ഇപ്പം നമ്മൾ 2 കിലോനും കൂടി ഞാൻ കുറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഫിലിമിനൊക്കെ പോയപ്പോൾ കുറച്ച് ജങ്ക് ഫുഡും കാര്യങ്ങളും പുറത്തെ ഫുഡാണല്ലോ കഴിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു വെയിറ്റ് കുറച്ച് കൂടി, അല്ലെങ്കിൽ 94 ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതായിരിക്കും. രണ്ടാമത് എനിക്ക് പിന്നെ പീരീഡ്സ് ആവാനുള്ള ടൈമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമ്മളൊരു വെയിറ്റ് കൂടുമല്ലോ. അതുകൊണ്ട് പിന്നെ കുറച്ച് സ്റ്റിച്ചും കാര്യമൊക്കെ ചെയ്തുകൊണ്ട് കാലുമ്പോൾ നല്ല നീരും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്
ആയിരിക്കും, എന്നാലും 2 കിലോ പോലും കുറയാത്തതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പിന്നെ ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കണം. കാരണം പിന്നെ രാവിലെയൊക്കെ കുഴപ്പമുണ്ടാവില്ല, രാവിലെ മുതൽ ഉച്ച വരെ, ഉച്ച പോയിട്ട് വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ ഡയറ്റ് പോകും. പക്ഷേ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ടെൻഡൻസി കൂടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ്റർമീഡിയൻ്റ് എന്തായാലും ചെയ്യും, ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് എന്തായാലും ചെയ്യേണ്ടി വരും ഒന്ന്. പിന്നെ വൈകുന്നേരം ശരിക്കും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിളോ ഒക്കെ കഴിച്ചാൽ മതി. പക്ഷേ ആ നേരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബേക്കറി ഐറ്റംസ് കഴിക്കാനൊക്കെ ഇങ്ങനെയുള്ള ഒരു ത്വര വരികയാണ്. കാരണം ഇതുവരെ ഇങ്ങനെ കഴിച്ച് നിൽക്കല്ലേ, ഓരോന്ന് ഫുഡിങ്ങനെ കഴിച്ച് നടക്കല്ലേ. പെട്ടെന്നുണ്ട ഒരു മാറ്റം കൊണ്ടായിരിക്കും നമുക്കൊന്ന് റെഡിയാക്കാം. ശരിയായി അയക്കിങ്ങനെ ട്രാക്കൊക്കെ വരുന്നുണ്ടല്ലോ, അതല്ലോ 2 കിലോനെങ്കിലും 2 കിലോനില്ല, അതെങ്കിൽ അത് കുറഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ നിർത്തുന്നൊന്നുമില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഞാനിങ്ങനെ വെയിറ്റ് എത്രയായിന്ന് ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ വെയിറ്റ് ലോസിൻ്റെ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ആ ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിച്ചു എന്ന് കാണിക്കാട്ടോ. പോയി അപ്പം വെയിറ്റ് ലോസിൻ്റെതായിട്ടുള്ള വീഡിയോ ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ ഇടയ്ക്ക് ഇന്നിപ്പോൾ 2-ാം തീയതി, ഇനിയിപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയിട്ട് നമുക്ക് ഞാൻ എന്തായാലും എത്രയും വെയിറ്റ് എന്ന് കാണിക്കാം. ഒരു 6-ാം തീയതി കാണിക്കാം കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് കാണിക്കാം. എന്തായാലും ഞാൻ വെയിറ്റ് ലോസ് നിർത്തുന്നില്ല. അതായത് ഏകദേശം ഇതേപോലെ ആയിരിക്കും. അത് ഇൻ്റർമീഡിയൻ്റ് ആക്കണം എന്നുള്ള ഒരു വിചാരിക്കുന്നുണ്ട്. ഒരു 6 മണിക്കൊക്കെ നിർത്തണം എന്നുള്ള ഒന്നൊരു പ്ലാൻ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അടിപൊളിയാവും, ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വല്ലാതെ ഞാൻ എടുത്തിട്ടില്ല, എന്താ അറിയില്ല, ഒരു ആര് പോയാലും, ഇപ്പോൾ മോള് പോയാലും നീന് പോയാലും ഒക്കെ ഒരു ടെൻഷനാണ് എനിക്ക്. അന്നത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു മന്ദപ്പായിരിക്കും കേട്ടോ, ഒരു വീഡിയോ എടുക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ 2 കൽപ്പിച്ച് അങ്ങോട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ മോളുള്ളതുകൊണ്ട് കുറേ സമാധാനമുണ്ട്, നമുക്കിങ്ങനെ ആലോചിച്ച് നിൽക്കില്ല, ഐറസ് ഉള്ളതുകൊണ്ട്. മക്കൾ പോകുമ്പോൾ എന്തോ പോലെയാണ്. അതും 2 ദിവസം അടിച്ചു പൊളിച്ച് ഒരു വൈബിലായിരിക്കും നടക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പോട്ടെ. നാളെ നമുക്ക് അടിപൊളിയായിട്ട് വരാം. ബൈ ബൈ.